Hello guys, welcome back to our channel. This is me with Mallu episode. എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ സോറോ ആണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ആ പെണ്ണിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതിനവൾ പറയും, നീയല്ലേ സ്ക്വാഡ്സ്മാൻ സോറോ, നിന്നെ നന്നായിട്ട് അറിയാം, നീ ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, നിന്നെ ഞാൻ ഉപദ്രവിക്കില്ല. അതിന് സോറോ ആണെങ്കിൽ അവളോട് ചോദിക്കും, നീ എന്തിനാ നേവി സോൾജിയർ ആയിരുന്നിട്ട് പോലും നിന്റെ ടീമിലുള്ളവർ തന്നെ അറ്റാക്ക് ചെയ്യണേ? അതിനവൾ ചിരിക്കും. അവൾ പ്രത്യേകിച്ച് മറുപടി ഒന്നും പറയാതെ ലുച്ചിയെയും അക്കുവയെയും അങ്ങനെ നോക്കുകയാണ്. അതിനുശേഷം അവൾ ബ്രൂക്കിനോട് പറയും, എനിക്ക് നിന്നെയും അറിയാം, നീ ഇങ്ങനെ പേടിച്ച് ആ കപ്പലിൽ തന്നെ ഇരിക്കേണ്ട ആവശ്യമില്ല, ധൈര്യമായിട്ട് പുറത്തേക്ക് വരാം. അത് കേട്ട് ബ്രൂക്കിനാണെങ്കിൽ അവന്റെ പേടി കൂടി. ആണെങ്കിൽ ഞൊടിയിടയിൽ ഇപ്പൊ ഷക്കയെ കോണ്ടാക്ട് ചെയ്യും. അതിനുശേഷം എന്നെ ഏൽപ്പിച്ച മിഷൻ അത് ഞാൻ കറക്റ്റ് ആയിട്ട് കംപ്ലീറ്റ് ചെയ്തു. ആ 2 നേവി ഓഫീസേഴ്സിനെയും ഞാൻ മയക്കിയെന്ന് പറയും. ലിലിത്തിനാണെങ്കിൽ അത് കേട്ട് ദേഷ്യം കൂടും. കാരണം അവൾ ഓൾറെഡി ഫൈറ്റ് ചെയ്യാൻ തയ്യാറായിട്ടാണ് പുറത്തേക്ക് പോയത്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാർ ആണെങ്കിൽ ഒരുപാട് ടെൻസ്ഡായി ഇപ്പൊ സോറോയും ബ്രൂക്കിനെയും നോക്കും. അവർക്ക് രണ്ടുപേർക്കും എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ആ ഒരു ലേഡി അവരെ അറ്റാക്ക് ചെയ്യുന്നുണ്ടോ? അതിന് യോക്ക് പറയും, ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, അവള് നിങ്ങളുടെ ആൾക്കാരെ ആരെയും ഉപദ്രവിക്കില്ല എന്ന് പറഞ്ഞ് ആവശ്യത്തിലധികം ഫുഡൊക്കെ കഴിച്ച് അവൻ റെസ്റ്റ് ചെയ്യാനായിട്ട് തുടങ്ങും. നമ്മുടെ ആൾക്കാർക്ക് അപ്പോഴായിരിക്കും പിടികിട്ടുക 20 വർഷമായിട്ട് അവര് നേവിക്കുള്ളിലേക്ക് അയച്ച അവരുടെ സ്പൈ ആണ് ആ ഒരു പെണ്ണ്. ഇപ്പൊ അവള് തന്നെ അവരെ അറ്റാക്ക് ചെയ്ത് തോൽപ്പിച്ച് വേഗ് ഓഫ് പങ്കിനെ രക്ഷപ്പെടുത്താനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം സർഫിങ്സ് അവറ്റകളാണെങ്കിൽ അറ്റാക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അവരെ കൺട്രോൾ ചെയ്യാൻ ഇനി ഒരേ ഒരാൾക്ക് മാത്രമേ പറ്റൂ, അത് സാക്ഷാൽ വേഗ് ഓഫ് പങ്കിനാണ്. അവന്റെ അസിസ്റ്റൻസ് 2 പേര് ഓൾറെഡി അവരെ തടയാനായിട്ട് പുറപ്പെട്ടു കഴിഞ്ഞു. ഇവിടെ ബ്രൂക്ക് ആണെങ്കിൽ അതുവരെ അവരുടെ അറ്റാക്കിനെ നിയന്ത്രിക്കാനായിട്ട് ഇപ്പൊ അവിടേക്ക് കടന്നു പോകും. മറ്റൊരു ഭാഗത്ത് ലിലിത്ത് ആണെങ്കിൽ അവിടേക്ക് കടന്നു വന്ന് ടെററായിട്ട് പറയും, നിങ്ങൾക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ലാബ് അത് തകർക്കും, തീർച്ചയായിട്ടും നിങ്ങളെ ഞാൻ തടയുമെന്ന് പറഞ്ഞ് അവരെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ അവളുടെ ദേഹത്തേക്കും അറ്റാക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ട സോറോ ആണെങ്കിൽ ചാടി വീണ് അവളെ സേവ് ചെയ്യും. ആ സർഫിയംസിന്റെ പവറിന് മുൻപിൽ സോറോയ്ക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം അവറ്റകളുടെ പവർ വളരെ കൂടുതലാണ്. ഇവിടെ ആ ലിലിത്ത് പെണ്ണാണെങ്കിൽ മരണഭയം കൊണ്ട് പ്രത്യേകിച്ചൊന്നും പറയാൻ കഴിയാതെ അങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. ആ സമയത്ത് തിങ്കർ ഇപ്പോ അവരുടെ ആ ഒരു അറ്റാക്ക് അത് തടയാനായിട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യും. പക്ഷെ അപ്പോഴേക്കും അവന്റെ ദേഹത്തേക്കും വലിയ ഫോഴ്സിൽ അറ്റാക്ക് വന്ന് വീഴുകയാണ്. ആ ഒരു വലിയ ബീം അറ്റാക്കിൽ ലിലിത്തും എഡിസണും അവർ 2 പേരും തെറിച്ചു പോകും. ഫ്രാങ്കി ആണെങ്കിൽ ലിലിത്തിനെ ക്യാച്ച് ചെയ്യും. അവളാണെങ്കിൽ എഡിസനെ കുറിച്ച് ആലോചിച്ച് ടെൻഷനായി അവിടേക്ക് ഓടി വരികയാണ്. ഉടനെ സാഞ്ചി ആണെങ്കിൽ അവനെ എടുത്ത് കാണിക്കും, നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, നിന്റെ ഫ്രണ്ട് ഇവൻ സേഫ് ആണ്. അതുകൊണ്ട് അവൾക്കും സന്തോഷം. ലിലിത്തിനാണെങ്കിൽ ഭയങ്കരമായിട്ട് സന്തോഷമായി എഡിസനെ തൂക്കിയെടുത്ത് അങ്ങനെ കൊഞ്ചിക്കാണ്. അങ്ങനെ ഒരു വിധത്തിൽ ഇപ്പൊ എല്ലാവരും ചേർന്ന് ആ സെറഫിംസിനെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞു. ഓറോയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല, അവൻ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അതിന് ലിലിത്ത് ആണെങ്കിൽ അവനെ ആശ്വസിപ്പിക്കുകയാണ്, ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ആ സെറഫിംസ് എല്ലാം തന്നെ ഞങ്ങളുടെ സോൾജിയേഴ്സ് ആണ്, അവറ്റകളെ ക്രിയേറ്റ് ചെയ്ത് ഞങ്ങളാണ്, ഞങ്ങളെ കൊണ്ട് ഇനി അവറ്റകളെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും, ഞങ്ങളുടെ ഓർഡറിനപ്പുറം ഇനി അവർ പ്രവർത്തിക്കില്ല. സോറോയ്ക്കാണെങ്കിൽ അപ്പോഴും അവന്റെ കൺഫ്യൂഷൻ തീരില്ല. അത് കണ്ട് സാഞ്ചി ആണെങ്കിൽ സോറോയെ കളിയാക്കുകയാണ്. കൺട്രോൾ പോയ സോറോ ആണെങ്കിൽ സാഞ്ചിയായിട്ട് പൊരിഞ്ഞ അട്ടിയിടി ബഹളം. അങ്ങനെ വേഗ് ഓഫ് പങ്ക്സും നമ്മുടെ ആൾക്കാരെല്ലാവരും ചേർന്ന് കാലത്തേക്ക് പ്രോബ്ലംസ് എല്ലാം തന്നെ സോൾവ് ചെയ്തിരിക്കുകയാണ്. ഇനി കാര്യങ്ങൾ കൂടുതൽ വഷളാകുന്നതിന് മുൻപ് ഡോക്ടർ വേഗ് ഓഫ് പങ്കുമായിട്ട് അവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. അതിന് ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അവരങ്ങനെ ആലോചിക്കുകയാണ്. അപ്പോഴാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം അവർ ചിന്തിക്കുക, ഡോക്ടർ വേഗ് ഓഫ് പങ്കിനെ അവിടെ എവിടെയും കാണാനില്ല. ഇവിടെ ആ സസിപ്പെണ്ണാണെങ്കിൽ കക്കുവിനും ലുച്ചിക്കും അവർക്ക് 2 പേർക്കും സേഫ്റ്റിക്ക് വേണ്ടി സീപ്രസൻ ഹാൻഡ് കഫ് അത് അവരുടെ കയ്യിൽ അങ്ങനെ ലോക്ക് ചെയ്ത് വിടുകയാണ്. കാരണം അവർക്ക് 2 പേർക്കും ഡെവൽ ഫ്രൂട്ടിന്റെ പവറുണ്ട്. ഷക്കയാണെങ്കിൽ അത് കണ്ട് അവളോട് പറയും, വാവ്, നീ ചെയ്തത് ഒരു ഗ്രേറ്റ് ജോബാണ്, എത്രയും വേഗം നമുക്ക് ഇവിടെ നിന്ന് പോകണമെന്ന് പറയും. അത് കേട്ട് സാഞ്ചിക്ക് ഭയങ്കര സന്തോഷം. കാരണം ഇഷ്ടപ്പെട്ട ലേഡീസ് എല്ലാം തന്നെ ഇപ്പൊ ആ കപ്പലിൽ അവരോടൊപ്പം വരുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൾക്കാർ ഡോക്ടർ വേഗ് ഓഫ് പങ്കിനെ അദ്ദേഹത്തെ അന്വേഷിച്ച് ആ ലാബ് മുഴുവൻ കയറി ഇറങ്ങി നടക്കുകയാണ്. അവിടെ അങ്ങനെ സീൻ കട്ട് ചെയ്താ ഇപ്പൊ വൈറ്റ് ബിയർഡിന്റെ ഐലാൻഡ് ആയിരിക്കും കാണിക്കുക. അവിടേക്ക് ഇപ്പോ വൈറ്റ് ബിയർഡിന്റെ ഓർമ്മകളുമായിട്ട് മാർക്കോ എത്തിയിരിക്കുകയാണ്. മാർക്കോയുടെ ലക്ഷ്യം ബിയർഡ് ആള് നടത്താനിരുന്ന ആ ഒരു ആഗ്രഹം അതെങ്ങനെയെങ്കിലും ഫുൾഫിൽ ചെയ്യുക എന്നതാണ്. വൈറ്റ് ബിയർഡിന്റെ ഏറ്റവും വലിയ ആഗ്രഹം അവന്റെ ഐലാൻഡ് ആയിരുന്ന ഈ ഒരു ഐലാൻഡ് അതിനെ പ്രൊട്ടക്ട് ചെയ്യുക, ആളുടെ റിട്ടയർമെന്റ് അതവിടെ ഹാപ്പി ആയിട്ട് സ്പെൻഡ് ചെയ്യുക എന്നതാണ്. ഇപ്പൊ ഐലാൻഡിന് നാഥനില്ല. അതുകൊണ്ട് തന്നെ ഒരുപാട് വില്ലന്മാര് ഇവിടേക്ക് കടന്നു വരുന്നുണ്ട്, എസ്പെഷ്യലി നേവി ഓഫീസേഴ്സ്. അവിടെയുള്ള ജനങ്ങളെല്ലാവരും അവനെ കണ്ട് ഇപ്പൊ ദൂരേക്ക് മാറി നിൽക്കുകയാണ്. കാരണം അവനും ഒരു നേവി ഓഫീസർ ആയിരുന്നു. പക്ഷെ അതിൽ ചില കുഞ്ഞുങ്ങളാണെങ്കിൽ അവന്റെ അടുത്തേക്ക് ഓടി വന്ന് അവന്റെ കൈ പിടിച്ച് പറയും, നിന്നിൽ ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട്, നീ ഒരിക്കലും ഞങ്ങളോട് ക്രൂരമായിട്ട് പെരുമാറില്ല. ഇപ്പൊ നേവിക്കാരും പൈററ്റ്സും എല്ലാം തന്നെ ഒറ്റക്കെട്ടാണ്, ഞങ്ങൾ ഉപദ്രവിക്കുക എന്നത് മാത്രമാണ് അവരുടെ ലക്ഷ്യം എന്ന് പറഞ്ഞ് നിങ്ങളാണെങ്കിൽ ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് സ്റ്റോറി പറയും. ഫ്ലാഷ് ബാക്കിൽ വലിയൊരു നേവി കൂട്ടം അവിടേക്ക് കടന്നു വരും. അവരാണെങ്കിൽ ദേഷ്യപ്പെട്ട് പറയും, നേവിയുടെ അഫിലിയേഷൻ ഇല്ലാത്ത വൈറ്റ് ബിയർഡിന്റെ ഒരു ഐലാൻഡാണിത്, സോ
പറയുന്നത് മര്യാദയ്ക്ക് കേൾക്കുകയാണെങ്കിൽ ഞങ്ങൾ ആരും നിങ്ങളെ ഒന്നും ചെയ്യില്ല. ഞങ്ങൾക്ക് ആവശ്യം വൈറ്റ് ബിയേർഡ് ആളിവിടെ കൊണ്ടുവന്നിരിക്കുന്ന ആ ഒരു അൺലിമിറ്റഡ് ട്രഷറാണ്. കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ആരെയും ഞങ്ങൾ ഒന്നും തന്നെ ചെയ്യില്ല. ഇനി അഥവാ അത് തരാൻ നിങ്ങൾ തയ്യാറായിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ വെടിവെച്ച് കൊല്ലുമെന്ന് പറഞ്ഞ് അവരാണെങ്കിൽ കൊച്ചു കുട്ടികൾക്ക് നേരെ ഗൺ പോയിന്റ് ചെയ്യാണ്. അത് കണ്ട അവിടെയുള്ള ജനങ്ങൾ അവർ ദേഷ്യപ്പെട്ടു പറയും, ഞങ്ങളുടെ കയ്യിൽ ഇത്തരത്തിലൊന്നുമില്ല, അതിനെക്കുറിച്ചുള്ള യാതൊരു ഇൻഫർമേഷനും ഞങ്ങൾക്കറിയില്ല, ദയവ് ചെയ്ത് ഞങ്ങളോട് ഇങ്ങനെ പെരുമാറാൻ പാടില്ല. സോൾജിയർ ആണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഗ്രാൻഡ്മയെ അങ്ങനെ തൂക്കിയെടുക്കുകയാണ്. അടുത്ത നിമിഷം വീവിൾ അവിടേക്ക് വന്ന് ഇപ്പൊ നേവി ഓഫീസറിനെ ഇടിച്ച് തെറിപ്പിക്കും. അവൻ തെറിച്ചുപോയി അടിച്ച് വീഴും. വീവിളാണെങ്കിൽ ദേഷ്യപ്പെട്ടു പറയും, നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ പപ്പയുടെ ഐലാൻഡിലേക്ക് കടന്നു വന്ന് അവിടെയുള്ള ജനങ്ങളെ ഇത്ര ബാഡായിട്ട് ട്രീറ്റ് ചെയ്യും. ഒരു കാരണവശാലും അങ്ങനെയുള്ളവരെ ഞാൻ വെറുതെ വിടില്ല. ഇവളുടെ കണ്ട് ആ നേവിക്കാരെല്ലാവരും ഭയപ്പെടും. കാരണം അവനൊരു പഴയ വാർലോഡാണ്. മാത്രമല്ല വാർലോഡ് പദവി അതെല്ലാം തന്നെ അവർ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. നേവി സോൾജിയർ ആണെങ്കിൽ വിളിച്ചു പറയും, ഇപ്പൊ ഞങ്ങൾ ഇവിടുന്ന് കടന്നു പോവാണ്, ഞങ്ങൾക്കൊരു വലിയ തെറ്റുപറ്റി, വളരെ സോൾജിയേഴ്സുമായിട്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. തീർച്ചയായിട്ടും ഞങ്ങൾ ഇപ്പോൾ ഇവിടുന്ന് പോയി ഇതിലും 10 മടങ്ങ് സോൾജിയേഴ്സായിട്ട് ഇവിടേക്ക് വന്ന് ഈ ഒരു ഐലാൻഡ് അത് മുഴുവനായിട്ടും തകർത്ത് ആ ഒരു ട്രഷർ സ്വന്തമാക്കും. മാത്രമല്ല നിന്നെയും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നു പറഞ്ഞ് അവർ കപ്പലെടുത്ത് അവിടുന്ന് കടന്നു പോവാണ്. കട്ട് ചെയ്ത പ്രസന്റ് കാണിക്കും. ഈ സ്റ്റോറി എല്ലാം കേട്ട് ഇപ്പൊ മാർക്കോ അവൻ ഷോക്ക് ആവുകയാണ്. പക്ഷെ വീവിളിനെ കൊണ്ട് അങ്ങനെയെങ്കിലും ഒരു പ്രയോജനം ഉണ്ടായി. അവൻ ഈ ഐലാൻഡിലുള്ള ജനങ്ങളെ സേവ് ചെയ്തു. കുഞ്ഞുങ്ങളാണെങ്കിൽ ഒരുപാട് ഭയപ്പെട്ട് മാർക്കോട് പറയും, ഇനി അത്തരത്തിലൊരു സിറ്റുവേഷൻ അതുണ്ടാവാനായിട്ട് പാടില്ല. എല്ലാ ദിവസവും ഞങ്ങൾ വളരെയധികം ഭയന്നാണ് ഇവിടെ കഴിഞ്ഞു കൂടുന്നത്. മാർക്കോ ആണെങ്കിൽ അവരെ സമാധാനിപ്പിക്കും. ആ സമയം വീവിളുടെ മദർ അവരവിടേക്ക് വന്ന് വളരെയധികം ടെൻഷനായി വീണ്ടും ഒരു കാര്യം പറയും. അന്ന് നേവി സോൾജിയേഴ്സ് അവരിവിടുന്ന് പോയതിനു ശേഷം വീണ്ടും ബാഡായിട്ടുള്ള സംഭവം ഇവിടെ ഉണ്ടായി. അരമക്കി അവൻ ഇവിടേക്ക് വന്ന് എൻ്റെ മകൻ വീവിളിനെ അവനെ തല്ലി ഇവിടുന്ന് കൊണ്ടുപോയി. എനിക്ക് നഷ്ടപ്പെട്ടത് വലിയൊരു നഷ്ടം തന്നെയാണ്. അവനെ എങ്ങനെയെങ്കിലും തിരികെ പിടിക്കണം. അതിനുവേണ്ടി നിങ്ങൾ എന്നെ സഹായിച്ചേ പറ്റൂന്ന് പറഞ്ഞ് അവരാണെങ്കിൽ ഇപ്പൊ മാർക്കോട് റിക്വസ്റ്റ് ചെയ്യും. ഞാൻ ആക്ച്വലി ആ റോക്സ് പൈററ്റിലെ ഒരു മെമ്പർ ആയിരുന്നു. എൻ്റെ മകൻ വൈറ്റ് ബിയേർഡിന്റെ ഏക മകനാണ്. ആളുടെ വില്ലും ഈ ഒരു ഗ്രാമവും ചെയ്യാനാണ് അവൻ ഒരുപാട് കഷ്ടപ്പെട്ടത്. പക്ഷെ എന്താ, അവനിപ്പോൾ അവന്റെ ലൈഫ് തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. എന്ത് വില കൊടുത്തും അവനെ തിരികെ പിടിക്കണം. അതിനാണ് ഞാൻ ഈ ഗ്രാമത്തിൽ നിന്ന് വിട്ടു പോകാത്തതെന്ന് പറഞ്ഞ് അവരങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടേയിരിക്കും. മാർക്കോ ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് അവരെ തന്നെ നോക്കും. അവനാണെങ്കിൽ അവരോട് പറയും, നിങ്ങൾ ചെയ്തത് വലിയൊരു സഹായം തന്നെയാണ്. പക്ഷെ ഒരു കാരണവശാലും വീവിള് വൈറ്റ് ബിയേർഡിന്റെ മകനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അത് കേട്ട് ഒരു ലേഡി അവർ ടെൻസ്ഡായി വിളിച്ചു പറയും, അത് വിശ്വസിപ്പിക്കാൻ പറ്റിയ ഒരാള് ഡോക്ടർ വേഗോഫ് പങ്കാണ്. അദ്ദേഹത്തിന് മാത്രമേ ഈ സീക്രട്സ് അറിയൂന്ന് പറഞ്ഞ് അവർ കരയും. കട്ട് ചെയ്താ ഇപ്പോൾ ഒരു നേവി കപ്പൽ കാണിക്കും. കപ്പലില് സാക്ഷാൽ കിസറു. അവനാണെങ്കിൽ ആ 5 എൽഡേഴ്സിൽ ഒരാൾക്ക് ഒരു കോഫി ഇട്ട് കൊടുക്കുകയാണ്. അതിനുശേഷം ആളോട് ചോദിക്കും, നിങ്ങൾ വേഗോഫ് പങ്കിനെ ഡയറക്റ്റ് മീറ്റ് ചെയ്തിട്ടുണ്ടോ? അതിനാ എൽഡർ പറയും, ഒരേ ഒരു തവണ അവനെ ഞാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്. അവൻ ഇത്രയും വലിയൊരു ചതി അത് നേവിയോട് ചെയ്യുമെന്ന് ഞാൻ കരുതിയതല്ല. എന്നാലും കുഴപ്പമില്ല, എത്രയും വേഗം ഐലാൻഡിലേക്ക് പോയി അവനെ കൈയോടെ പിടിക്കണം എന്നാൾ പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.